അപ്പോൾ ഇറച്ചിക്കടയിൽ ബീഫ് കിട്ടുന്ന പോലെ കേട്ടോ. ഇന്നലെ രാത്രി നമ്മളെ പറമ്പിൽ കയറിയിട്ടില്ല. വല്യച്ഛൻ്റെ പറമ്പിൽ, അപ്പുറത്തെ വല്യച്ഛൻ്റെ പറമ്പിലൊക്കെ ആന കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് കാണിച്ചു തരാം എന്തൊക്കെയാണ് കാട്ടിയിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ അതൊരു പ്ലാവാണ്. ആ പ്ലാവിൻ്റെ അടിയിലത്തെ ചക്കയൊക്കെ ഇട്ടു കേട്ടോ. അപ്പോൾ മോനീഷേൻ്റെ കാല് വെക്കണതൊക്കെ ആനേൻ്റെ കാൽപ്പാടിലാട്ടോ. നോക്ക്, മോശം 2 കാല് വെച്ചാലും അതിൻ്റെ കാൽപ്പാട് തരില്ല. നടക്ക് അതൊക്കെ പൊട്ടിച്ചിട്ട്, പക്ഷെ കഴിച്ചിട്ടില്ല കേട്ടോ. തൊഴിലുറപ്പുകാർ വലിയ അലമ്പൊന്നും ആക്കിയിട്ടില്ല. എവിടെ ഒന്നും തിന്നല്ല, അതുകൊണ്ടാണ് ഇത് കൂടെ വന്നത്. കണ്ടത് ഇതൊക്കെ ഒരു കാലാണ്. ഒരു കാലിൻ്റെ സൈസൊക്കെ ഇതുകൂടെ ചവിട്ടി കയറി ആകെ അലമ്പാക്കിക്കണം. ആന വന്നപ്പോഴേ നമ്മുടെ പറമ്പിൽ കയറിയത് അവിടെ കേട്ടോ. കയറിയിട്ടില്ല. ഇതുമെന്നോ ചക്ക ഇട്ടപ്പോൾ നമ്മളെ വലേൻ്റെ ഒരു കുറ്റി എന്ത് ചെയ്തു, ഇളകിയിട്ടുണ്ട് കേട്ടോ. ആന വന്നപ്പോഴേ മൂത്തത് കുറേ ഇട്ടിട്ടുണ്ടേ. ഒന്ന് നമുക്ക് കിട്ടിയിരുന്നു കേട്ടോ. എന്തായാലും പോത്തിന് കൊടുക്കഞ്ഞ്. അപ്പോൾ ഏതായാലും ആന വന്ന് ചക്ക ഇട്ടു കേട്ടോ. ഒന്ന് നമുക്ക് ബാക്കി കിട്ടി. വല്യച്ഛൻ്റെ പറമ്പത്താട്ടോ, അത് വല്യച്ഛൻ്റെ പറമ്പാട്ടോ നമ്മൾ ലാസ്റ്റ് എടുത്തത്. അപ്പോൾ ഒന്ന് മൂക്കാത്തത് എന്ത് ചെയ്യാം, നമുക്ക് പോത്തിന് വെട്ടി കൊടുക്കാം കേട്ടോ. അപ്പോൾ കയ്യുമ്മിൽ വളഞ്ഞു ചെയ്യാൻ വേണ്ടിയിരിക്കാനേ വെളിച്ചെണ്ണ വെക്കുകയാണ്. ബീഫ് വെട്ടണ പോലെയാണല്ലോ വെട്ടുന്നത്. ഇങ്ങനെ ആലോചിക്കും. ഇവിടെ എന്ത് ഒച്ചണക്ക് കേട്ടാലും ആദ്യം വരുന്ന ആൾക്കാർ വരാം കേട്ടോ. ഇവിടെ ഇപ്പം എന്ത് നടക്കുന്നൊക്കെ വേണ്ടി വന്നിരിക്കുകയാണേ. ഓൾക്ക് തിന്നാനുള്ള സാധനമാണോ എന്നൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ വരികയാണ്. ഒരു ചക്ക ഇഷ്ടമാണ്. ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ എന്ത് ചെയ്യും, ഓല് തിന്നും കേട്ടോ. അപ്പൊ ആനട്ട് ചക്കേ ഓൾ നേരെ പോത്തുകൊണ്ട് കൊടുക്കട്ടെ. പരിപാടിയൊക്കെ വേഗം കഴിക്കണ സമയമല്ല, 8:30 ആവാനായി. കൊടുക്കാനിട്ടേ പശുക്കുട്ടിക്ക് കൊടുക്കട്ടോ, അല്ലെങ്കിൽ നമ്മൾ തെറ്റും ചിലപ്പോൾ. അപ്പോൾ ഒരു ചെറിയ ചക്ക എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല കേട്ടോ. വലിയ ചക്ക കൊടുത്താൽ കൂടി ഒരു 10 മിനിറ്റ് കൊണ്ട് തീർക്കുന്ന ആളാണ്. കോഴിക്കള് ഓൻ്റെ അടുത്ത് എന്തെങ്കിലും വേസ്റ്റ് കിട്ടുമോ നോക്കി നിൽക്കണേ. കയ്യിൽ നിന്ന് ഓനെ വാതിൽ ചാടി അവര് കൊണ്ടുപോകും. ആന വന്നതും നമ്മളെ ആ പോത്തുകുട്ടന് ആ ചക്ക അരിഞ്ഞു കൊടുത്തതൊക്കെ രാവിലത്തെ വീഡിയോ ആണ്. അപ്പോൾ വൈകുന്നേരം നമ്മൾ വീട്ടിലെത്തിയപ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്. എല്ലാവരും പുഴയിലേക്ക് പോയി എന്ന് പറഞ്ഞപ്പോൾ കൂടെ പോയതാണ്. നമ്മുടെ വീട്ടിലേക്ക് ഇന്നലെ രാത്രി വന്ന 4 ആനകൾ പുഴയിലുണ്ട് കേട്ടോ. അപ്പോൾ 4 ആൾക്കാരും നല്ല കുളിയാണ്. അതിലൊരു അടിപൊളി കൊമ്പനാന ഉണ്ട് കേട്ടോ. ശരിക്ക് നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല, ഒരുപാട് ദൂരെയാണ്. മാത്രമല്ല സമയം ഏകദേശം 6:30 കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ലേറ്റൊക്കെ പോയി തുടങ്ങി.